നമസ്കാരം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി വീണ്ടും കേരളത്തിലേക്ക് ഫെബ്രുവരി 27-നാണ് അദ്ദേഹം കേരളം സന്ദർശിക്കാൻ പോകുന്നത് എന്നുള്ളതാണ്. ബി.ജെ.പിയുടെ സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ നയിച്ചുകൊണ്ടിരിക്കുന്ന കേരള പദയാത്രയുടെ സമാപനം. ആ സമാപന ചടങ്ങിൽ പങ്കെടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി കേരളത്തിൽ എത്തുന്നത് എന്നുള്ളതാണ്. പ്രധാനമന്ത്രിയെ വരവേൽക്കാൻ വേണ്ടിയിട്ട് വളരെ വലിയ പദ്ധതികൾ, വലിയ ഒരുക്കങ്ങളാണ് ബി.ജെ.പി ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നാണ് അറിയാൻ കഴിയുന്നത്. സംസ്ഥാനത്തെ സാധാരണ ജനങ്ങൾ പോലും പ്രധാനമന്ത്രിയെ സ്വീകരിക്കാൻ ഒരുങ്ങിക്കഴിഞ്ഞിരിക്കുകയാണ് എന്നാണ് ബി.ജെ.പി കേന്ദ്രങ്ങളിൽ നൽകുന്ന വിവരം. ബി.ജെ.പിയുടെ ജില്ലാ ഘടകം വളരെ വലിയ പ്രതീക്ഷയോടുകൂടിയാണ് കാത്തിരിക്കുന്നത്. പ്രധാനമന്ത്രിയുടെ വരവിന് വേണ്ടിയിട്ട് സാധാരണ ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ കഴിയുന്ന തരത്തിലേക്ക് ബി.ജെ.പിയുടെ നേതാക്കൾക്ക് സാധിക്കുന്നു എന്ന് പറയപ്പെടുന്ന പ്രധാനമന്ത്രിയുടെ വരവ് തന്നെയാണ്. തിരുവനന്തപുരത്തെ ജനങ്ങൾ ബി.ജെ.പിക്ക് വോട്ട് ചെയ്യുവാൻ മനസ്സുള്ളവരാണ് എന്നും ദേശീയ ബോധമുള്ള കോൺഗ്രസ്, CPM അണികളും ബി.ജെ.പിക്ക് വേണ്ടി വോട്ട് രേഖപ്പെടുത്തും എന്നൊക്കെ ബി.ജെ.പി ഇപ്പോൾ മനസ്സിലാക്കുന്നുണ്ട്. അത് ജില്ലാ പ്രസിഡന്റ് വി രാജേഷ് അടക്കം അത്തരത്തിൽ ചിന്തിക്കുകയും ചെയ്യുന്നുണ്ട്. ലോകരാഷ്ട്രങ്ങൾക്കിടയിൽ ചരിത്രം സൃഷ്ടിച്ച ശേഷമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി കേരളത്തിൽ എത്തുന്നത് എന്നുള്ളതാണ്. എല്ലാ വാഗ്ദാനങ്ങളും നിറവേറ്റിയ ശേഷമുള്ള ഒരു വരവാണ് അദ്ദേഹത്തിൻ്റെത്. അദ്ദേഹം കേരളത്തിലെത്തുമ്പോൾ കേരളത്തിൽ സന്ദർശനം നടത്തുന്നത് തന്നെ പല കാര്യങ്ങളും മുൻകൂട്ടി നിശ്ചയിച്ചുകൊണ്ട് തന്നെയാണ് എന്ന് പറയേണ്ടി വരും. അത്തരത്തിലൊരു യാത്രയാണ് അദ്ദേഹം ഇപ്പോൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്. കേരള പദയാത്രയുടെ സമാപന സമ്മേളനം അത് തിരുവനന്തപുരത്താണ് നടക്കുന്നത്. ആ തിരുവനന്തപുരത്ത് നടക്കുന്ന സമാപന സമ്മേളനത്തിൽ കെ സുരേന്ദ്രനാണ് ചടങ്ങിൽ പ്രധാനമന്ത്രി പങ്കെടുക്കുന്ന വിവരം ഇപ്പോൾ പുറത്ത് വാർത്താ സമ്മേളനത്തിലൂടെയാണ് വ്യക്തമാക്കിയിരിക്കുന്നത്. അങ്ങനെ പ്രധാനമന്ത്രി സമാപന സമ്മേളനത്തിൽ എത്തുക എന്ന് പറഞ്ഞാൽ സമാപന സമ്മേളനത്തിലെ ഔദ്യോഗിക പരിപാടികൾ സംബന്ധിക്കുക എന്ന് പറയപ്പെടുന്നത് തന്നെ അതിൻ്റെ അന്തിമ തീരുമാനം ഇതുവരെ ആയിട്ടില്ല എന്നുള്ള റിപ്പോർട്ടുകൾ വരെ വരുന്നുണ്ട്. പക്ഷേ പ്രധാനമന്ത്രി എന്തായാലും 27-ന് എത്തുന്നുണ്ട് എന്നുള്ള സൂചനകൾ തന്നെയാണ് വരുന്നത്. കാരണം പ്രധാനമന്ത്രിയുടെ വരവിൽ പലതും പ്രതീക്ഷിക്കേണ്ടതുണ്ട്. കാരണം ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന സാഹചര്യത്തിൽ വലിയ വാഗ്ദാനങ്ങൾ നൽകുകയും ആ വാഗ്ദാനങ്ങൾ നിറവേറ്റുകയും ചെയ്യുക എന്നുള്ളത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഫെബ്രുവരി മാസം 27-ാം തീയതി കേരളത്തിൽ എത്തുന്നത് തന്നെ പലതരത്തിലുള്ള വാഗ്ദാനങ്ങൾ, പലതരത്തിലുള്ള പ്രഖ്യാപനങ്ങൾ നടക്കാൻ പോകുന്നു. ഇത് തന്നെയായിരിക്കും അദ്ദേഹം ജനുവരി മാസം 17-ന് ഈ കേരളത്തിൽ വന്ന് അല്ലെങ്കിൽ ഗുരുവായൂർ സുരേഷ് ഗോപിയുടെ മകളുമായി ബന്ധപ്പെട്ട വിവാഹ ചടങ്ങുകളിൽ പങ്കെടുത്തപ്പോഴും പറഞ്ഞിരുന്നത്. അതിന് അദ്ദേഹം അന്ന് പറഞ്ഞിരുന്നത് മോദിയുടെ ഗ്യാരണ്ടി എന്നുള്ളതാണ്. ആ മോദിയുടെ ഗ്യാരണ്ടി എന്നുള്ളത് എന്താണ് എന്ന് ഈ വരുന്ന 27-ന് നടക്കുന്ന പ്രസംഗത്തിൽ അദ്ദേഹം നടപ്പിലാക്കുകയും പ്രഖ്യാപിക്കുകയും അത്തരത്തിലുള്ള വലിയ പ്രഖ്യാപനങ്ങൾക്ക് കാതോർക്കാൻ കാത്തിരിക്കുകയാണ് കേരളം. കേരളത്തിന് വേണ്ടിയിട്ടുള്ള അനുകൂല തീരുമാനങ്ങൾ, വ്യാവസായിക വിപ്ലവകരമായിട്ടുള്ള മാറ്റങ്ങൾ ഉണ്ടാക്കുന്നതിനുള്ള ശ്രമങ്ങൾ, ഒപ്പം തന്നെ വലിയ പ്രഖ്യാപനങ്ങൾ, ഇതൊക്കെയായിരിക്കും ഈ വരുന്ന 27-ാം തീയതി പ്രധാനമന്ത്രി എത്തുമ്പോൾ നടപ്പിലാക്കാൻ പോകുന്നത് എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കേരളം കാതോർത്തിരിക്കുന്നതും അതാണ്. നരേന്ദ്രമോദി എത്തുന്നതോടുകൂടി ബി.ജെ.പിയുടെ രാഷ്ട്രീയ തന്ത്രം മാത്രമല്ല, ഇന്ത്യ എന്ന് പറയപ്പെടുന്ന രാജ്യത്തിന് ഒരു പ്രധാനമന്ത്രി നൽകുന്ന വാഗ്ദാനങ്ങൾ ഏതൊക്കെ തരത്തിലാണ് നടപ്പിലാക്കുന്നത് എന്നുള്ളതിൻ്റെ സൂചനകളാണ് നൽകുന്നത്. അത്തരത്തിൽ വലിയ വാഗ്ദാനങ്ങൾ നിറവേറ്റിയതിനു ശേഷം തന്നെയാണ് കേരളത്തിലേക്ക് ഇപ്പോൾ പ്രധാനമന്ത്രി 3ാമത് വട്ടം കടന്നു വരുന്നത്. ഈ വരവിൽ വലിയ പ്രഖ്യാപനങ്ങൾ ഉണ്ടാകും. അത്തരത്തിലുള്ള വലിയ പ്രഖ്യാപനങ്ങൾക്ക് കാതോർക്കുകയാണ് കേരളം.